പരിപാടി ഉണ്ടല്ലോ ബൈത്തുറഹ്മ ഇവിടെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 2 ലക്ഷം റുപ്യ വാങ്ങിയിട്ട് 1 ലക്ഷം കൂടി അതിന്റെ കൂടാണ്ട് കൂട്ടിയിട്ട് പച്ച പെയിന്റ് അടിച്ചു ബൈത്തുറഹ്മ. എന്ത് ഞങ്ങളുടെ നാട്ടിലൊരു കരീമിന് ബൈത്തുറഹ്മ കിട്ടി. അപ്പൊ കരീമിന് ഞാൻ ഒരു 3 മാസം വീട് കിട്ടി. 3 മാസം കഴിഞ്ഞപ്പോ അങ്ങാടിയിൽ നിന്ന് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, കരീം ഇപ്പൊ എനിക്ക് സുഖമായല്ലോ. എത്ത് സുഖം ഞാൻ പറഞ്ഞു, എന്ത് പച്ച പെയിന്റ് അടിച്ച ഉസാർ ഒരു പേരൊക്കെ കിട്ടിയില്ല എനിക്ക് ലീഗില് നടന്നിട്ട്, ഞാനിപ്പോ അതുകൊണ്ട് കുടുങ്ങിയിരുന്നു. അപ്പൊ എന്തോ വെച്ച് ഇപ്പൊ കല്യാണം ഉണ്ടാക്കലും ഒഴിവാക്കലും പ്രസവത്തിന് കൊണ്ടുപോലും കൂട്ടിക്കൊണ്ടുപോലും മുടിയാഴ്ചയുടെ ഡേറ്റ് തീരുമാനിക്കും, കല്യാണം ഒഴിവാക്കലും ഒക്കെ എന്റെ പേരേന കട്ടൻ ചായ മിച്ചറും കൊടുത്ത് ഞാൻ മടുത്തു. മുസ്ലിം ലീഗ് ഞങ്ങൾ മാതൃക കാണിച്ചു തന്നില്ല. മഹാനായ EMSന്റെ പേരിൽ ഭവന പദ്ധതി തുടങ്ങി 10,000-കണക്കിന് മനുഷ്യർക്ക് കേരളത്തിൽ വീടുണ്ടാക്കി കൊടുത്തപ്പോ ഒരു വീടിന്റെ ഉദ്ഘാടനത്തിനും ഞങ്ങൾ ഞങ്ങളെ നേതാക്കന്മാരെ വിളിച്ചിട്ടില്ല. ഒരു വീടിനും ഞങ്ങൾ ചുവപ്പ് പെയിന്റ് അടിച്ചിട്ടില്ല. ഒരു വീടിന്റെ മുമ്പിലും ഞങ്ങൾ ചെങ്കൊടി ഉയർത്തിയിട്ടില്ല. അഭിമാനത്തോടു കൂടി ATM കൗണ്ടറിലേക്ക് കടന്നു ചെന്ന് പണം പിൻവലിച്ച് വീടുണ്ടാക്കിയതിലാ അഭിമാനത്തോടു കൂടി താമസിക്കുമ്പോ ഇവര് ബൈത്തുറഹ്മ ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോ കണ്ടുമ്പോ നെട്ടിപ്പോകും. ആ പ്രസംഗത്തിൽ കരീമിന്റെ വീട് കൊടുക്കുന്ന പ്രസംഗത്തിൽ ഇവർ പ്രസംഗിക്കുന്ന എന്താ വെച്ചാൽ, കരീമിന്റെ ബാപ്പുണ്ടായത് മൊയ്തീൻ കാക്കാന്റെ 50 കൊല്ലത്തെ ദാരിദ്ര്യം, പിന്നെ കരീമിന്റെ ജീവിച്ചിരിക്കുന്ന ദാരിദ്ര്യം, ഇനി കരീമിന് വളരാനുള്ള പേരക്കുട്ടികളെ ദാരിദ്ര്യം എല്ലാം കൂടി പറഞ്ഞിട്ട് ചാവി കൊടുക്കുമ്പോ ഹൃദയം പൊട്ടി മരിക്കാത്തത് എന്തുകൊണ്ടെന്നറിയോ? എന്റെ പിഞ്ചു മക്കള് ബാപ്പ ചാവിയും കൊണ്ട് വരുന്നത് കാത്തു നിൽക്കുന്ന ഒരൊറ്റ ഉറപ്പുമല. ആ KMCCനെ പറ്റിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ഒരു സാധനം ഉണ്ടാക്കിയല്ലോ ഗുജറാത്തില്. KMCCക്കാർ ഒരു കണക്കിന് പാവാണ്. ആ KMCCക്കാരെ പറ്റിച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊരു അഷറഫ് റസിയുണ്ട്. റസിയ വീടിന്റെ ആധാരം പണയം വെച്ചിട്ട് അഷറഫിനെ ദുബായിക്ക് പറഞ്ഞയച്ചു. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ആ വീടിന്റെ മുന്നിൽ പോകുമ്പോൾ റസിയ കൊലായിലിരിക്കുക. അപ്പൊ ഞാൻ റസിയാനോട് ചോദിച്ചു, അല്ല അഷറഫിന് പണിയൊക്കെ ആയില്ല, ആ പൈസ കേൾക്കലുണ്ടോ? ചിക്ക് 3000, ലീഗിന് 7000. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ കണ്ടില്ലടി അഷറഫാക്കാന്റെ ഫ്ലെക്സ് കണ്ടില്ല അങ്ങാടിയില് 250 റുപ്യന്റെ ഫ്ലെക്സിന് ആ സാധുവിന്റെ അടുത്ത് 7000 റുപ്യ വാങ്ങിയതാ പണ്ട്. പക്ഷെ അഷറഫിന്റെ സമാധാനമാണ്. അഷറഫ് റസിയാനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്ത് ഈ അങ്ങാടിക്ക് പോകുമ്പോ എന്റെ ഫ്ലെക്സ് ഉണ്ട്, ഈ നോക്കണം കേട്ടാ. റസിയ അങ്ങാടി ചെന്നിട്ട് നോക്കുമ്പോ പുയ്യാപ്പിള ചിരിച്ചിങ്ങനെ നിൽക്കണു. അപ്പൊ തന്നെ മിസ് കോൾ അടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നല്ല തടി വെച്ചിക്കണില്ലേ? കുട്ടികളെ വിളിച്ച് കാണിച്ചു കൊടുക്കാറുണ്ട്. കുട്ടികളും കണ്ടു. അങ്ങനെ 300, 250 റുപ്യന്റെ ഫ്ലെക്സിന് 7000 റുപ്യക്ക് സാധുക്കളുടെ അടുത്ത് വാങ്ങി ജീവിക്കാൻ പോലും പറ്റാതെ മരുഭൂമിയിൽ കാലാകാലം കഷ്ടപ്പെടുന്ന ആ മനുഷ്യരുടെ നിങ്ങളെ സംഘടനയാണ്, നിങ്ങൾ വാങ്ങിക്കോളൂ. പക്ഷേ അവരെ ഫണ്ട് കൊണ്ട് നിങ്ങൾ ഗുജറാത്തിലേക്ക് കടന്നു ചെന്നിട്ട് മാലിക്കൂഞ്ഞ കൂമ്പാരത്തിൽ സർക്കസ് കൂടാരം പോലെ ടെന്റ് കെട്ടിക്കിട്ട് അവിടുത്തെ ആളുകൾക്ക് പട്ടയം പോലും കൊടുക്കാതെ, കക്കൂസില്ലാതെ, കരണ്ട് ഇല്ലാതെ വീട് നിർമ്മിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് KMCCക്കാരെ പറ്റിച്ച ലീഗ് ഞങ്ങളെ കണ്ടുപിടിക്കും. മുസഫർ നഗറിൽ കലാപം അരങ്ങേറുമ്പോ 1000-കണക്കിന് മനുഷ്യർ അഭയാർത്ഥികളായി തെരുവിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു സർവേ നടത്തി